ലാലേട്ടൻ എത്തിയാൽ പണി പാലും വെള്ളത്തിൽ ആര്യനും റെനയ്ക്കും കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംഗതി ഇങ്ങനെയാണ്. ജീവിത കഥ പറയുന്ന സെഗ്മെൻറ്റിൽ ശൈത്യത്തിൻ്റെ ജീവിതത്തിലെ വേദന നിറഞ്ഞ വഴികളിലൂടെ കടന്നുപോയ അവസ്ഥയും സമയവും വിങ്ങിപ്പൊട്ടി പറയുമ്പോൾ അപ്പുറം ഇരുന്ന് ആര്യനും റെനയും തമാശ പോലെ പരിഹസിക്കുന്നത് പോലെ ചിരിക്കുന്നു, കൈകൾ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. വളരെ മോശം പ്രവൃത്തിയായിട്ടാണ്. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇത് പറയുന്ന ആൾക്ക് പുല്ലുവില കൽപ്പിച്ച പോലെ ആയിപ്പോയി ഇത് കാണുമ്പോൾ മാത്രമല്ല വളരെ സങ്കടം തോന്നുന്നു ശൈത്യയുടെ അവസ്ഥ കാണുമ്പോൾ. കാരണം അവരുടെ ആൾക്കാരൊക്കെ കാണുന്ന ഒരു പരിപാടിയാണിത്. ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ അവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് മൊത്തത്തിലെ ഷോയ്ക്ക് തന്നെ ഒരു അപമാനം പോലെ ആയിപ്പോയി. എന്തായാലും ആ സമയത്ത് കൃത്യമായിട്ട് അബി അവിടെ ഇടപെടുകയും അബി കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യുകയും ആ സമയത്ത് ഒരു വാക്കേറ്റവും വലിയൊരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങുന്ന രീതിയിലൊക്കെ രംഗം പോവുകയും അവിടെ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ആര്യൻ ഫ്രണ്ട് ആയത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ജിസയിൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. എന്ത് കണ്ടിട്ടാണോ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത്, ആര്യനാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. എന്തായാലും ഇതെല്ലാം ചേർത്ത് വെച്ച് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് കൃത്യമായിട്ട് പ്ലേ ചെയ്ത് കാണിക്കും. ഇതിന് വ്യക്തമായ ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം അത്തരത്തിലുള്ള ഒരു സംഗതിയാണ്. എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റിൽ ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്ന എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ക്യാപ്റ്റൻ ആയതിനു ശേഷം ആര്യനിൽ വന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. തനിക്കെന്തോ വലിയ അധികാരമുള്ളതുപോലെ ആരെയും വകവെക്കാത്ത ഒരു ആര്യനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും റെനയുടെയും ആര്യൻ്റെയും ഈ പ്രവൃത്തി ലാലേട്ടൻ ചോദിക്കും. രണ്ടുപേരെ പുറത്താക്കുമോ, എന്താണ് ഇവർക്കെതിരെ എടുക്കുന്ന നടപടി, എന്തായാലും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.